ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങളൊരു എന്താ പറയുക, ഒരു 40,000 രൂപയുടെ താഴെ നിങ്ങളൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, ഗെയിമിങ്ങിനും അങ്ങനത്തെ ഒരു ഓവറോൾ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഹൈലി റെക്കമെൻഡഡ് സാധനമാണ് നമ്മുടെ OnePlus-ന്റെ 13R എന്ന് പറഞ്ഞ മോഡൽ. കണ്ടു, ഇതാണ് ആ സംഭവം. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളിത് ഉപയോഗിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 1 മന്ത് ആവാറായിട്ടുണ്ട്. 1 മന്ത് ആയിട്ടില്ല, 1 മന്ത് ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് എന്താ പറയുക, നമ്മൾ കണ്ട കുറച്ച് പ്രോസും കോൺസും കാര്യങ്ങളൊക്കെ ഞാൻ ആക്ച്വലി ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്സാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻഷ്യലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ആർക്കിടെക്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതിനുശേഷമാണ് ഞാൻ ഫിനാൻഷ്യലി മാറിയത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇതിലേക്ക് പോകാം. ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ നെഗറ്റീവ് പറഞ്ഞു തുടങ്ങാം, അതായത് കോൺ പറഞ്ഞു തുടങ്ങാം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയിക്കല്ലോ, ഈ റേഞ്ചിൽ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം പ്രോസും കിട്ടും കോൺസും കിട്ടും. എന്ന് വെച്ചാൽ ഒരു മിഡിൽ കാറ്റഗറിയിൽ വരുന്നതാണ് 40,000 എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ മെയിൻ കോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. നമുക്ക് തുടങ്ങാം. ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, പണ്ടത്തെ നമ്മുടെ OnePlus 12R അല്ലെങ്കിൽ 12 വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ഇറങ്ങിയ നമ്മുടെ 13ഉം 13R ഒക്കെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ഡിസൈൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സിമ്പിൾ ഡിസൈൻ എന്ന് പറയാവുന്ന ഒരു സാധനമാണ്. ബോക്സി ആക്കിയിട്ടുണ്ട്. അതാണ് മെയിൻ ചേഞ്ചസ് വന്നേക്കുന്നത്. കർവൊക്കെ മാറി ഇത് ഫ്ലാറ്റ് സ്ക്രീനാണ്. നമ്മുടെ 13 ആകുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ 13 നമ്മുടെ ഇതിൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 13 ആകുമ്പോൾ നമുക്ക് കോഡ് കർവാണ് വരിക. അപ്പോൾ അതാണ് ഡിഫറൻസ് വന്നേക്കുന്നത്. ഇത് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് ആണ്. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. ഇത് എനിക്കൊരു ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ബിൽഡ് ക്വാളിറ്റി ഒക്കെ കിടലാണ്. പറയുമ്പോൾ ഇത് ബാക്ക് ഗ്ലാസ് ആണ്, പക്ഷെ നമുക്ക് തൊടുമ്പോൾ ഒന്നും ഫീൽ ആവില്ല കേട്ടോ അത് ഗ്ലാസ് ആണെന്ന്. അങ്ങനെ ഒരു ഇഷ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല ഒരു എബോവ് ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കില്ല കേട്ടോ. അതാണ് ഡിസൈൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഒരു 40 ഒരു എന്താ പറയുക ഫ്ലാഗ്ഷിപ്പ് കില്ലർ റേഞ്ചിൽ വരുന്ന ഒരു ഫോണാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കോൺസിലാണ് പെട്ടേക്കുന്നത്. ഒരു ആവറേജ് എന്ന് പറയാനുള്ളൂ, അല്ലെങ്കിൽ എബോവ് ആവറേജ് അല്ലെങ്കിൽ ഒരു ആവറേജ് സെക്ടർ എന്ന് പറയാനുള്ളൂ. പിന്നെ അടുത്ത മെയിൻ കോൺ പ്രോബ്ലം എന്ന് പറയാനുള്ളത് IP റേറ്റിംഗ് ആണ്. IP65 ഉള്ളൂ, IP68 ഇല്ല. അതെന്ത് കണ്ടിട്ടാണ് OnePlus അത് നിർത്തിയത്? എനിക്കത് കൊടുത്തില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ 20,000 ഇവിടെ മോട്ടോറോളയുടെ ഫോണിൽ വരെ IP68 ഇപ്പം ഉണ്ട് കേട്ടോ. അത് വളരെ മോശമായി പോയി. പിന്നെ നമുക്ക് ഫിംഗർ പ്രിന്റ് സ്കാനറിൻ്റെ പൊസിഷനാണ് താഴെയാണ് ഭയങ്കരമായിട്ട്. സ്കാനറിന് കുഴപ്പമൊന്നുമില്ല, നല്ല ഫാസ്റ്റാണ്. ഇതാണ്ടു അത് നമ്മുടെ ഫേസ് ഐഡി ഒക്കെ ഭയങ്കര ഫാസ്റ്റാണ്. അതുകൊണ്ട് സാധനം ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ, അതിനൊന്നും ഇഷ്യൂ ഇല്ല. പക്ഷെ ഭയങ്കര താഴെ കൊണ്ടുവച്ചേക്കുന്നത്. പിന്നെ ഗൊറില്ല ഗ്ലാസ് 7i ആണ് പ്രൊട്ടക്ഷൻ വരുന്നത്. അത് ഒരു ബഡ്ജറ്റ് സാധനമാണ്. 20,000 രൂപയുടെ റേഞ്ചിലൊക്കെ വരുന്ന ഫോണിലൊക്കെ വെക്കേണ്ട ഒരു സാധനമാണ് ഇതിൽ കൊണ്ടുവച്ചേക്കുന്നത്. അതും വളരെ മോശമായിപ്പോയി. പിന്നെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ജസ്റ്റ് ആവറേജ് തന്നെ പറയാനുള്ളൂ. ചിലവർക്ക് ഹാപ്റ്റിക് നല്ല ഇഷ്ടമായിരിക്കും, ചിലവർക്ക് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഹാപ്റ്റിക് ഇഷ്ടമുള്ളവർക്ക് ഇതൊരു ആവറേജ് ആണ് കേട്ടോ. പിന്നെ സൗണ്ട് ക്വാളിറ്റിയും ആവറേജ് എന്നാണ് പറയാനുള്ളത്. അതാണ് നമ്മൾ മെയിനായിട്ട് കണ്ട കോണുകൾ. ഇനി നമുക്ക് പ്രോസിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ആണ്. LTPO AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ക്ലാരിറ്റി കണ്ടു. അതുപോലെ തന്നെ ഇതിന് ഫുൾ ബോഡി വരുന്ന ഒരു ഡിസ്പ്ലേ ടൈപ്പാണ്. അതായത് ബെസൽസ് എന്ന് പറഞ്ഞാൽ സാധനം കാണാനേ പറ്റില്ല, അങ്ങനത്തെ ഒരു ഡിസ്പ്ലേ ആണ്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, മറ്റേ മൈക്രോഗ്രാഫിയുടെ സംഭവം ഒന്നല്ല കേട്ടോ. അപ്പോൾ ഡിസ്പ്ലേ ഹൈ ക്വാളിറ്റി സാധനം തന്നെയാണ്. അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. എന്തായാലും ഒരു ഫോണിൽ ഹൈലൈറ്റ് സാധനമാണല്ലോ. 50,000 കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ 40,000 കൊടുക്കുമ്പോൾ ഡിസ്പ്ലേ കിടലായിരിക്കണ്ടേ, അതാണ് കേട്ടോ. പിന്നെ വരുന്നത് നമ്മുടെ ഗ്രീൻ ലൈൻ ഇഷ്യൂവിന് ലൈഫ് ടൈം ഫ്രീ വാറണ്ടി വരുന്നുണ്ട്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. ഇവർ എക്സ്ട്രാ ഒരു ലെയർ ഓഫ് പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 13 സീരീസിൻ്റെ മുകളിൽ വരുന്ന ഫോണുകൾക്ക് സ്ക്രീൻ ലൈൻ വരുന്നില്ല എന്നാണ് ആക്ച്വലി പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ ലൈഫ് ടൈം ഫ്രീ കൊടുക്കുന്നത്. അത്ര എന്താ പറയുക ഉറപ്പുള്ളത് കൊണ്ട്. എന്ന് വെച്ചാൽ അവർ അതുമ്പോൾ കുറേ കാശ് ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ പ്രൊട്ടക്ഷൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇത് ആക്ച്വലി നമ്മൾ വാങ്ങിയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് 3 മാസം എക്സ്ട്രാ വാറണ്ടി കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി ഈ ഫോൺ കൊടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഒരു 35,000 ഞാനിത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ആഴ്ചയൊക്കെ ആയിട്ടുള്ള സാധനം ഫോൺ എടുത്തിട്ടാ. നമ്മളിതിന് എക്സ്റ്റേണൽ വാറണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 2.3 ഇയേഴ്സ് നമുക്ക് വാറണ്ടി ഇപ്പോൾ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ OnePlus-ന്റെ മാഗ്നറ്റിക് കേസ് ഉണ്ടല്ലോ, സാൻഡ്സ്റ്റോൺ മാഗ്നറ്റിക് കേസ് നമ്മൾ ഇതിലൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതിലൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു 1,300 രൂപ വരുന്നുണ്ട് MRP. അതുപോലെ തന്നെ എക്സ്റ്റേണൽ വാറണ്ടിക്ക് സെപ്പറേറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ നിങ്ങൾക്ക് ഓഫർ, നമുക്ക് ICICI ബാങ്കിൻ്റെ ഓഫർ ഉണ്ടെങ്കിൽ 3,000 രൂപ ഡിസ്കൗണ്ട് കിട്ടും. ഓഫർ അടക്കം നമുക്ക് 40,000 രൂപയ്ക്ക് കിട്ടുക. അപ്പോൾ അത് നമ്മൾ കുറച്ചിട്ട് ഒരു 35 ലാസ്റ്റ് 35 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ യൂസർ ഒന്നല്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയിക്കും നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുപോലെ കൊടുക്കാറുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് നമ്മളിപ്പോൾ iPhone 15 കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കസ്റ്റമറൊക്കെ നമുക്കിപ്പോൾ നല്ല ഹാപ്പിയാണ്. അപ്പോൾ അത് നമുക്ക് മെസ്സേജുകളൊക്കെ അയക്കാറുണ്ട്. ഫോളോവറാണ് അത് വേറെ കാര്യം. അപ്പോൾ ആരെങ്കിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ മെസ്സേജ് അയക്കാൻ മറക്കണ്ട. ഫുൾ ബോക്സ് വിത്ത് ബില്ലാണ്. പിന്നെ നമുക്ക് പെർഫോമൻസ്
സ്നാപ്ഡ്രാഗൺ Gen 3 ആണ്. ഞാൻ പെർഫോമൻസിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഗെയിമിംഗ് ആയിക്കോട്ടെ, ഡെയിലി ടു ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ഒരു രക്ഷയില്ല. 12GB 256GB ആണ് വരുന്നത്. നമുക്ക് എന്താ പറയുക ഹൈ സ്പീഡ് റീഡ് ആൻഡ് റൈറ്റ് വരുന്നുണ്ട്. 13ൻ്റെ അത്ര വരുന്നില്ലെങ്കിലും പക്ഷേ നല്ല കിടലിന് എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. പിന്നെ ഓക്സിജൻ വോയിസ് ആണ്. ഓക്സിജൻ വോയിസ് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. നമ്മുടെ 1 UI കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയേണ്ട സാധനമാണ്. അനിമേഷൻ ഒരു രക്ഷയില്ല. കറക്റ്റായിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം മെയിലത്തെ അപ്ഡേറ്റ് വന്നാവോ, ജസ്റ്റ് നമുക്ക് ലൈവായിട്ട് തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് കളയാം. അപ്പോൾ ഇതാണ് നമുക്ക് ഓക്സിജൻ വോയിസിൻ്റെ സെറ്റിംഗ്സ് പേജ് ഒക്കെ വരുന്നത്. നല്ല എന്താ പറയുക, ഈ ചൈനീസ് ആപ്പുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. ഓക്സിജൻ വോയിസ് പറയാൻ പാടില്ല, ഇപ്പോൾ കളർ വോയിസ് തന്നെ പറയേണ്ടി വരും. നമുക്ക് എന്തായാലും അപ്ഡേറ്റ് വന്നിട്ട് നോക്കി നോക്കാം. ഇപ്പോൾ ഇതിൽ ഓൾറെഡി കിടക്കുന്നത് ഏപ്രിലിലെ അപ്ഡേറ്റ് ആണ്. കണ്ടു, അപ്ഡേറ്റ് വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇല്ല, വന്നിട്ടില്ല. വേർഷൻ അപ്ഡേറ്റ് ആണ്, പക്ഷേ ഇപ്പം തന്നെ വരേണ്ടതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഒരു കറക്റ്റായിട്ട് എല്ലാ മാസവും സംഭവം വരും കേട്ടോ. ആൻഡ്രോയിഡ് 15 വരുന്നതാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, ആൻഡ്രോയിഡ് 19 വരെ നമുക്ക് ഇതിന് അപ്ഡേറ്റ് കിട്ടും. അതും അത്യാവശ്യം നല്ലൊരു ലോങ് ഗ്യാപ്പ് തന്നെയാണ്, ആവശ്യമുള്ള സംഭവം തന്നെയാണ്. അതിന് കൂടുതൽ എന്തായാലും ആൾക്കാർ ഉപയോഗിക്കാൻ പോകുന്നില്ല. ബാറ്ററി ബാക്കപ്പും കിട്ടില്ലാണ്. 8 മണിക്കൂറിൻ്റെ പ്ലസ് നമുക്ക് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 80 വാട്ടിൻ്റെ ചാർജർ ഇൻക്ലൂഡഡ് ആണ് ബോക്സിൽ. ചാർജിങ് സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട സംഭവം തന്നെയാണ്. പിന്നെ ക്യാമറയാണ് മെയിനായിട്ട് പറയാനുള്ളത്. ക്യാമറ പെർഫോമൻസ് ഒരു ആവറേജ് എന്നേ പറയാനുള്ളൂ. പിന്നെ മെയിൻ സെൻസർ വരുന്നത് നമ്മുടെ സോണിയുടെ LTY-ൻ്റെ 700ൻ്റെ സാധനമാണ്. അതൊരു മിഡിൽ കാറ്റഗറിയിൽ വരുന്നൊരു സെൻസറാണ്, കുറച്ച് പഴയതാണ്. എന്താണ് അവർ ഇതുകൊണ്ട് വെച്ചതെന്ന് മനസ്സിലാവില്ല. പിന്നെ വരുന്നത് ഒരു 50 തന്നെയാണ് അൾട്രാവൈഡ്. പിന്നെ അൾട്രാവൈഡ് 8 മെഗാപിക്സലാണ്. അത് പഴയ സെൻസറാണ്. അതൊക്കെ ബോറ് പരിപാടിയായി പോയി. പിന്നെ വരുന്നത് സൂം ലെൻസ്. അത് നമുക്ക് 2x 50 തന്നെയാണ് വരുന്നത്. പക്ഷേ അത് സാംസങ്ങിൻ്റെ സെൻസറാണ്. 2x ഉള്ളൂ, 3x വേണമായിരുന്നു. ക്യാമറ പെർഫോമൻസ് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് എന്നാ പറയാനുള്ളൂ. ആവറേജിൻ്റെയും ഒരു അബവ് ആവറേജിൻ്റെ ഇടയിൽ എടുക്കും. പിന്നെ അത് കൺസിസ്റ്റൻ്റ് അല്ല, ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ഞാൻ ലൈവായിട്ട് 2 ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. നമുക്ക് ആദ്യം തന്നെ സെൽഫി എടുക്കാം. മോശമൊന്നും പറയില്ല കേട്ടോ, ഭയങ്കര മോശമൊന്നും പറയാനില്ല. പക്ഷേ 40,000 രൂപയ്ക്ക് കുറച്ച് കമ്മി. ഇത് ആക്ച്വലി ഇറങ്ങിയ സമയത്ത് ഇതിനായിട്ടും മോശമായിരുന്നു. പക്ഷെ അപ്ഡേറ്റ് ത്രൂ ഒരു കുറേ ഫിക്സ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ലൈവായിട്ട് തന്നെ ഒരു സെൽഫി എടുത്ത് കാണിച്ചു തരാം. അതിൻ്റെ ക്വാളിറ്റി എടുത്ത് കാണിച്ചു തരാം. ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ ക്യാമറ ഇതൊക്കെ. ഇനി ഒരു നമ്മുടെ റിയർ ക്യാമറ സെൻസർ വെച്ചിട്ടും ഒരു ഇത് കൂടെ തന്നെ കാണിക്കാം. അയ്യോ അത് അതെടുത്തുവിട്ടോ, നല്ല ഫാസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് ഞാൻ മെയിനായിട്ടുള്ളൊരു സ്റ്റുഡിയോയിലായിട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ക്വാളിറ്റിക്ക് ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ കൺസിസ്റ്റൻ്റ് അല്ല, അതാണ് കുഴപ്പം. കളറും സംഭവങ്ങളൊക്കെ അതുകൊണ്ടാണ് നമ്മൾ പറയാൻ കഴിയും കാരണം കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ റിയർ ക്യാമറയിൽ എടുത്ത ഫോട്ടോ. ഇത് നമ്മുടെ സെൽഫിയിലെടുത്ത ഫോട്ടോ. സെൽഫി ആയാലും വലിയ മോശമൊന്നുമില്ല കണ്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പ്രൈസിന് കൊടുത്ത പ്രൈസിന് പിന്നെ അത് OT അപ്ഡേറ്റ് ത്രൂ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. അത് വേറെ കാര്യം. നമുക്ക് ഞാനിത് OLX ആക്ച്വലി ഇന്നലെ ഇട്ടുണ്ടായിരുന്നു. അപ്പം നിറച്ച് OLX മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയുണ്ട്. OLX ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്പർ താന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വഴിയെ പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ OnePlus 13ൻ്റെ ഒരു ക്യുക്ക് റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ എന്താ വെച്ചാൽ ഒരു മാസം പോലും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ ഒരു 40,000 രൂപയ്ക്ക് റേഞ്ചിൽ അല്ലെങ്കിൽ 39,000 രൂപയ്ക്ക് റേഞ്ചിൽ എന്തായാലും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഗെയിമിങ്ങിനോ അല്ലെങ്കിൽ ഓവറോൾ പെർഫോമൻസിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഫോൺ ഹൈലി റെക്കമെൻഡ് ആണ് 13R കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് കോൺസ് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഒന്ന് എന്താ പറയുക മനസ്സിലാക്കാൻ നോക്കണം വാങ്ങിയിട്ട് മുമ്പ്. ഇത് ആക്ച്വലി 2 കളറിലാണ് അവൈലബിൾ ഉള്ളത്, ബ്ലാക്കും പിന്നെ നിങ്ങൾക്കൊരു ഒരു വൈറ്റ് കളർ സാധനമാണ്. ഞാൻ ബ്ലാക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്, മാറ്റ് ബ്ലാക്ക് ആണ്. അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ് സംഭവം ഒന്നും ആവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണ്. മെസ്സേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. അടുത്തില്ലാണോ?